അമൽ, എങ്ങനെയാണ് ഇടുക്കിയിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം? രാവിലെ തിരക്കുണ്ടോ ബൂത്തുകളിൽ? ജില്ലക്കകത്ത് തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് BTM LP സ്കൂൾ കുമ്മങ്കലിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതായത് ആദ്യ മണിക്കൂറിൽ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറിൽ തന്നെ വലിയ തിരക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ 2 ബൂത്തുകളാണുള്ളത്. ഈ 2 ബൂത്തുകളിലും നീണ്ട ക്യൂ തന്നെയുണ്ട്. രാവിലെയോടുകൂടി തന്നെ ഏകദേശം ഒരു 6:30 തന്നെ ഇവിടെ വോട്ടർമാരൊക്കെ എത്തിയിരുന്നു. അവർ ആദ്യം വോട്ട് ചെയ്ത് മടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ഒരു തിരക്ക് നമുക്കിവിടെ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ജില്ലക്കകത്ത് 63 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി 1192 പോളിംഗ് ബൂത്തുകളിലായാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൃത്യമായ ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ തവണത്തെ 2020 ആ തിരഞ്ഞെടുപ്പിൽ 82% മുകളിലാണ് ഇവിടെ പോളിംഗ് ഉണ്ടായിരുന്നത്. ആദ്യ മണിക്കൂറുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനയിൽ നിന്നും വലിയ ഒരു പോളിംഗ് തന്നെ ജില്ലക്കകത്ത് ഉണ്ടാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ പോളിംഗ് പാറ്റേൺ ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒപ്പം തന്നെ ഓരോ വാർഡിലേക്കുമുള്ള ആ പോളിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 75% മുകളിൽ ഓരോ വാർഡിലും പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതിൽ നിന്നും മികച്ച ഒരു പോളിംഗ് ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ജില്ലക്കകത്ത് വിവിധ ഭാഗങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീനിലെ തകരാറുകളും കണ്ടെത്തിയിട്ടുണ്ട്. കരുണാപുരം 5-ാം വാർഡിലും ഒപ്പം തന്നെ കരുണാപുരം 7-ാം വാർഡ് എന്നിങ്ങനെ നിരവധി ഇടങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീനിൽ ചില തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇടുക്കി വണ്ടിപ്പെരിയാറിലും തങ്കമലയിലും യന്ത്രത്തിൽ തകരാറ് ഉണ്ടായിട്ടുണ്ട്. ഇവയൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇടുക്കി ജില്ലയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് UDF-നകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിനും ലീഗിനും അകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ലീഗിന്റെ വാർഡിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ഒപ്പം തന്നെ ജോസഫ് വിഭാഗം ഒപ്പം കോൺഗ്രസും പരസ്പരം ഒരു വാർഡിൽ മത്സരരംഗത്തേക്ക് വരുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഇത്തവണ ജില്ലക്കകത്ത് UDF-ൽ കാണാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ LDF-നെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം തന്നെയാണ് തുടക്കം മുതൽ, അതായത് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ, ഈ തീയതി പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു LDF ഉണ്ടായിരുന്നത്. കൃത്യമായി ആ രീതിയിൽ തന്നെ കഴിഞ്ഞ 2 തവണത്തെയും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഇടതുപക്ഷം ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ കൃത്യമായ വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ ഈ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകി. അത്തരത്തിൽ നിരവധി ക്ഷേമ പദ്ധതികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ക്ഷേമ പദ്ധതികളും വികസനങ്ങളും അക്കമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വോട്ടർമാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് പ്രചരണത്തിൽ ഉടനീളം കാണാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ UDF-ന്റെ കാര്യം അങ്ങനെയല്ല. തുടക്കം മുതൽ തന്നെ വലിയ പ്രതിസന്ധി ജില്ലക്കകത്തുണ്ടായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ UDF-ൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു ഭാഗം തന്നെയാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു വാർഡിൽ കോൺഗ്രസും ജോസഫ് വിഭാഗവും, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പരസ്പരം മത്സരിക്കുന്ന ഒരു രംഗത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ലീഗിന്റെ സീറ്റിൽ അത് പിടിച്ചെടുത്ത് കോൺഗ്രസ് മത്സരിക്കുന്നു. അവിടെ ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നു. അത്തരത്തിൽ നിരവധി പ്രതിസന്ധികളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ പേയ്മെന്റ് സീറ്റ് വിവാദം വരുന്നു. അപ്പം DCC പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യ സഹോദരൻ മത്സരരംഗത്തേക്ക് വരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഒപ്പം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മുതിർന്ന നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നു. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഈ UDF-നുണ്ടായിരുന്നത്. അത് ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും അത് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചില്ല. കൊട്ടിക്കലാശം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കോൺഗ്രസിനകത്തുള്ള സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പരസ്പരം തമ്മിൽ തരുന്ന കാഴ്ചകൾ അടക്കം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു UDF എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വലിയ ഒരു രീതിയിലുള്ള ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ വോട്ടർമാരുടെ തിരക്ക് നമുക്ക് 2 ബൂത്തുകളിലും കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഏകദേശം ഒരു 6:30 തന്നെ വോട്ടർമാർ ഈ ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഈ പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ ഒരു ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ 82% മുകളിൽ പോളിംഗ് ആണ് ജില്ലക്കകത്ത് രേഖപ്പെടുത്തിയത്.
രേഖപ്പെടുത്തിയത്. ഇത്തവണ അതിൽ കൂടുതൽ പോളിംഗ് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അനുയോജ്യമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഉള്ളത്. അതും ഇത്തരത്തിൽ രാവിലെയോടുകൂടി തന്നെ വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാൻ ഒരു കാരണമായിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം തന്നെ പ്രവർത്തകർ, ഈ വിവിധ സംഘടനയുടെ പ്രവർത്തകർ ഇവിടത്തേക്ക് ഈ വോട്ടർമാരെ വാഹനങ്ങളിലും മറ്റുമായി കയറ്റിക്കൊണ്ടുവന്ന് അമൽനാഥ്, ഇടുക്കി ഒരു മലയോര ജില്ലയാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള മനുഷ്യർ ഏറെ ഉള്ള ഒരു ജില്ലയാണ്. ഒപ്പം തന്നെ മൂന്നാർ അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളുടെ ഒരു ജില്ലയാണ്. നമുക്കറിയാം, വന്യമൃഗശല്യമൊക്കെ വലിയ തോതിൽ ബാധിച്ചിരുന്ന ഒരു ജില്ലയാണ്. അന്നൊക്കെ പലതിൻ്റെയും പേരിൽ UDF ഒക്കെ വലിയ സമരമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ അവർ ആ വിഷയങ്ങൾ ഉപേക്ഷിക്കും. പക്ഷേ സംസ്ഥാന സർക്കാർ അങ്ങനെയല്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇടപെടുകയും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഫെൻസിങ് അടക്കമുള്ള പല ഈ കാട്ടാന ശല്യം, വന്യമൃഗശല്യം അടക്കമുള്ള മേഖലയിൽ എത്ര കൃത്യമായി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു അവസരം വരുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ഒരു ബഹളമുണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് മാധ്യമ ശ്രദ്ധ നേടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും അവർക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ വലിയ തോതിൽ ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെയാണ്? ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ചിന്ത ആ മേഖലയിലൊക്കെ ഉയർന്നു വരുന്നുണ്ടോ? ഷമേ സൂചിപ്പിച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ തവണ ഈ UDFന്റെ ഒക്കെ ഭാഗമായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിന്നവരൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അവർ ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കും, എന്നാൽ അത്തരത്തിലൊരു പ്രശ്നപരിഹാരത്തിലേക്ക് കടക്കുവാനുള്ള ഒരു ശ്രമങ്ങളും ഈ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒന്നും കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം, അതായത് ആ പ്രശ്നം ബാധിച്ചത് ആരെയാണോ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ഒരു പരിഹാരം നൽകുന്ന കാഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഇടതുപക്ഷം ഇടുക്കി ജില്ലയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് വികസനങ്ങളും ക്ഷേമ പദ്ധതികളും അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ, അതായത് നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഈ ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് 1600 രൂപ എന്നത് 2000-ലേക്ക് ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ കൈകളിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 3600 രൂപയാക്കി ജനങ്ങളുടെ കൈകളിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അതടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഓരോ വികസന പദ്ധതികളെക്കുറിച്ചും ക്ഷേമ പദ്ധതികളെക്കുറിച്ചുമൊക്കെ പറയുമ്പോഴും അത് ജനങ്ങൾക്ക് തെളിവായി അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നാട്ടിലെ വികസന കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ തൊട്ടു കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ നാടുകളിലുള്ള ഓരോ വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വോട്ടർമാരുടെ ജനഹൃദയങ്ങളിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കയറി ചെല്ലാൻ വേണ്ടി സാധിച്ചു. അവരെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ മലയോര മേഖലയിലുള്ള ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ആത്മവിശ്വാസം പ്രചരണഘട്ടത്തിൽ പലപ്പോഴായി അല്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ആ സമയം മുതൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ സീറ്റിൽ ധാരണയുണ്ടാക്കുന്നു. പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ പെട്ടെന്ന് നടത്തുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രചരണത്തിലേക്ക് കടക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അത്തരത്തിൽ വളരെ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അമൽ,